ആക്ടറും BJP നേതാവും ഒക്കെ ആയിട്ടുള്ള കൃഷ്ണകുമാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് 4 പെൺമക്കളാണുള്ളത്. 4 പെൺമക്കളും ലൈംലൈറ്റിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്, യൂട്യൂബേഴ്സാണ്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമ്മൾ അവരുടെ മുഖം കാണുന്നതാണ്. ആ കൂട്ടത്തിൽ ഇളയ പെൺകുട്ടിയാണ് ഹൻസിക കൃഷ്ണകുമാർ. ഹൻസിക കൃഷ്ണകുമാറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കുറേയധികം വിമർശനങ്ങൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരും ഈ പറഞ്ഞ പോലെ മെമ്പർഷിപ്പ് ലൈവൊക്കെ തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കെതിരെ കുറച്ച് വിമർശനങ്ങളൊക്കെ വരുന്നത്. ഇതിനു മുമ്പ് രേണു സുധിയെ പറ്റിയിട്ടും ഇങ്ങനെ ഒരു കാര്യം കേട്ടിരുന്നു. അപ്പോഴും ഒരുപാട് പേര് രേണു സുധിയെ വിമർശിച്ച് മുന്നോട്ട് വന്നിരുന്നു. ഇപ്പം ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു 10-21 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ്. കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഹസ്ബൻഡിന് വല്ല അസുഖമോ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ വീട്ടിലെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും കൊണ്ട് ചിലർ വേഗത്തിൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് ലൈവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കതിനെ എന്തെങ്കിലും പറഞ്ഞൊന്ന് ന്യായീകരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കത് ശരിയാണെന്ന് പറയാനായിട്ട് ഏതെങ്കിലും തരത്തിലൊന്ന് ന്യായീകരിച്ച് സംസാരിക്കാനെങ്കിലും പറ്റും. പക്ഷേ ഈ ഹൻസിക കൃഷ്ണകുമാറിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ എന്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പണത്തിൻ്റെ ആക്രാന്തം കൊണ്ടാണോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്തിട്ട് പണം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ അവരുടെ കുടുംബത്തിലുള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും ഇവർക്കെതിരെ വിമർശനവുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പം കുറേയധികം പെൺകുട്ടികൾ ഓൾ ഓവർ ഇന്ത്യയിൽ യൂട്യൂബേഴ്സിനെ ഒരുപാട് പേര് എടുത്തു നോക്കിയാൽ അവരെല്ലാം ഇങ്ങനെ മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. ഇല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം കുറച്ച് നേരത്തേക്ക് അവരൊന്ന് വന്നിട്ട് അവരുടെ വസ്ത്രങ്ങൾ ശകലം ഒന്ന് പൊക്കി കാണിക്കുകയോ താത്തി കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേയധികം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇവർക്കൊക്കെ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. വേഗം തന്നെ കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഏതെങ്കിലും നാട്ടിൽ പോയി, അറിയാൻ വയ്യാത്തൊരു നാട്ടിൽ പോയി ഇവർ ജീവിക്കുന്ന സമയത്ത് ഇവർക്ക് കാശൊക്കെ ആയിക്കഴിയുമ്പോൾ അവരങ്ങനെ പോകും. അപ്പോൾ പിന്നെ അവരെ ആരും അറിയില്ല, മനസ്സിലാക്കില്ല എന്നൊക്കെ ആയിരിക്കും ഇവർ വിചാരിക്കുന്നത്. എന്തായാലും അഭിമാനം വിട്ടിട്ടുള്ള കളിയാണ് ഇപ്പോഴത്തെ കാലത്ത്. അതാണല്ലോ അഭിമാനം, അന്തസ്സ്, അതൊന്നും ആർക്കും വേണ്ട. കാശ് മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ലോകം എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുലസ്ത്രീയായി, ഇല്ലെങ്കിൽ തള്ളവൈബായി, തന്തവൈബായി, ഇല്ലെങ്കിൽ 1947 വണ്ടി കിട്ടാത്തവരായി, അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷേ ഈ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല.